വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവാദങ്ങളാണ്. ശിവൻകുട്ടിയെ തുടർച്ചയായി തന്നെ വേട്ടയാടുകയാണ് മുസ്ലിം സംഘടനകൾ. പക്ഷേ CPM-ന്റെ നേതാക്കൾ മൗനം പാലിക്കുകയാണ്. ഒരു നേതാക്കളെയും കാണാനില്ല. ഈ ശിവൻകുട്ടിയെ പിന്തുണ നൽകുന്ന ഒരു പ്രസ്താവന പോലും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതെന്തായിരിക്കും കാരണം? ഭയപ്പാടാണോ? ഭയപ്പാട് തന്നെയാണ്. സമ്മർദ്ദം, പ്രീണനം, ഇതൊക്കെ അവരുടെ യഥാർത്ഥ നിറം, തനി നിറം വ്യക്തമാക്കുന്നതാണ്. നോക്കൂ, ആരോഗ്യ വകുപ്പിൽ ഒരു വിധത്തിൽ ന്യായീകരിക്കാനാവാത്ത ഒരു സംഭവം ഇവിടെ നടന്നപ്പോൾ മണ്ണിനടിയിൽ ജീവന് വേണ്ടി ഒരു സ്ത്രീ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് രണ്ട് മന്ത്രിമാരായി അതിനടിയിലേക്കും ആരുമില്ല. മനുഷ്യൻ്റെ രോദനം, അതുപോലെ ഒരു പ്രതീകാത്മകമായ സംഭവം. മനുഷ്യൻ്റെ രോദനം, അവൻ്റെ കരച്ചിൽ ഒന്നും ചെവിക്കൊള്ളാതെ കൊണ്ട് ഇവിടെ എല്ലാം ഭംഗിയാണ്, ഇവിടെ എല്ലാം നമ്പർ 1 ആണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ആ പച്ചക്കള്ളത്തിൻ്റെ ഒരു പ്രതീകമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിന് മുമ്പ് ശൗചാലയത്തിൻ്റെ മുകളിൽ കെട്ടിടം മറിഞ്ഞ് വീണ ആ സംഭവത്തിന് പിന്നിൽ നമ്മൾ കണ്ടത്. ഒരു യാതൊരുവിധമായ കോർഡിനേഷൻ ഒരു വ്യക്തി അവിടെ അപ്രത്യക്ഷമായിട്ടും അതുപോലും കണ്ടുപിടിക്കാനും തിരഞ്ഞുപിടിക്കാനും ഉള്ള സംവിധാനം നമ്മുടെ മെഡിക്കൽ കോളേജുകളില്ലെന്നുള്ളത്. അവിടുന്ന് അങ്ങോട്ട് വന്ന കഥകൾ, തുടർ കഥകളെല്ലാം തന്നെ കേരളത്തിലെ ആരോഗ്യരംഗം എത്രമാത്രം അൺഹൈജീനിക്കും അതുപോലെ അപര്യാപ്തവും അതുപോലെ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതുമാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ തുടർ പരമ്പരകളായിട്ട് പത്രങ്ങളിലെല്ലാം വന്നു. ഒരു മന്ത്രിക്ക് തന്നെ പരസ്യമായിട്ട് തൻ്റെ ജീവൻ രക്ഷിച്ചത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പലായനമാണ്, അമൃത ആശുപത്രിയിലേക്കുള്ള പലായനമാണ്. ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളത്തുള്ള അമൃത ആശുപത്രിയിലൊക്കെ പലായനമാണ്. CPM-ൻ്റെ ഏറ്റവും പ്രമുഖനും പ്രിയപ്പെട്ടവനുമായിട്ടുള്ള നേതാവ്, സാംസ്കാരിക മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാന് തന്നെ തുടർന്ന് സമ്മതിക്കേണ്ടിയും വന്നു. ഇതൊക്കെ വന്നപ്പോഴും സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ സെൽഫ് ഗോളുകൾ അടിച്ചിട്ടും പാർട്ടി ഒറ്റക്കെട്ടായി വീണോ ജോർജിനെ സഹായിച്ചു. M. ഗോവിന്ദൻ, പിണറായി വിജയൻ, എത്ര പേരാണ് രംഗത്ത് വന്ന്, ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ വന്നിട്ടില്ല ഇതുവരെ കേട്ടോ, പക്ഷേ എത്ര പേരാണ് അവർക്ക് വേണ്ടി ഒരു വലിയൊരു കവചം സൃഷ്ടിച്ചത്, പ്രതിരോധ വലയം. മെഡിക്കൽ കോളേജിനെ കുറിച്ച് പരാമർശം നടത്തിയപ്പോൾ ആ വ്യക്തിക്കെതിരെ, ആ ഡോക്ടറിനെതിരെ പിണറായി വിജയൻ പറയുകയാണ്, അദ്ദേഹം കേരളത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്, ആരോഗ്യ മേഖലയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയാണെന്ന് പിണറായി വിജയൻ തന്നെ പറയുകയാണ്. പക്ഷെ ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം വരുമ്പോൾ പിണറായി ഉൾപ്പെടെയുള്ളവർ മൗനത്തിലാണ്. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ കുട്ടിയെ പോലെ ആ കുട്ടിയെ പിടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അദ്ദേഹത്തിനെ ഒരു ഹരാഗിരി നടത്തിയ ഒരു ത്യാഗം, കേരളത്തിലെ വേദനിക്കുന്ന മനുഷ്യ സമൂഹത്തിന് വേണ്ടി നടത്തിയ ആ തിരുത്തൽകാരനെ ഒറ്റപ്പെടുത്തിയിട്ട് ആക്രമിക്കാൻ, TP ചന്ദ്രശേഖരനെ പോലെ ആക്രമിക്കാനുള്ളൊരു ശ്രമവും അതിനു വേണ്ടുന്ന ഒരു ഇക്കോസിസ്റ്റവുമാണ് പിണറായി വിജയൻ സൃഷ്ടിച്ചിട്ട് സുഖാഡംബര ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു പോയത് കുടുംബസമേതം. അത് പോട്ടെ, അദ്ദേഹത്തിൻ്റെ നല്ല ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. വ്യക്തിപരമായിട്ടല്ല, ഇത് രാഷ്ട്രീയമായിട്ടാണ്. പക്ഷേ ഇവിടെ ശിവൻകുട്ടി തൻ്റെ ഇടത്തോടും ചങ്കൂറ്റത്തോടും കൂടി മതസമ്മർദ്ദത്തിന് വഴങ്ങാതെ ഒരു കാര്യം പറഞ്ഞു. മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും ഒന്നും സ്കൂൾ കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ എന്നോട് ആജ്ഞാപിക്കേണ്ട, ഇവിടെ തീരുമാനിക്കാൻ വിദ്യാഭ്യാസ വകുപ്പുണ്ട്, അവർ തീരുമാനിക്കും, അത് തന്നെയല്ലേ അതിന് ശരി. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ്, അതിനു മേളിൽ ഒരു മതവിഭാഗത്തിൻ്റെ സമ്മർദ്ദം എന്തിനാണ് കൊണ്ടുവരുന്നത്? എന്ത് കാര്യത്തിനായാലും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ആയാലും അത് പാസ്സാക്കുന്ന കാര്യങ്ങൾ, അത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നിയാമകമായിരിക്കണം, നിയമവിധേയമായിരിക്കണം. അത് ഹൈക്കോടതി ഭംഗിയാം വണ്ണം പരിശോധിച്ചിട്ട് കുറ്റമറ്റതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ ഒരു സാധനത്തിൻ്റെ മേൽ ഞങ്ങളുടെ കുട്ടികൾക്ക് മദ്രസകളിൽ പഠിക്കാൻ സമയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് കുറേ പേര്, 12 ലക്ഷം പേരോളം മദ്രസകളിൽ പഠിക്കുന്നുണ്ട്. ആ 12 ലക്ഷം പേരുടെ താല്പര്യത്തിന് വേണ്ടി കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കുട്ടികളുടെ എല്ലാം ഭാവി മാറ്റുന്ന തരത്തിൽ അവരുടെ കരിക്കുലം കൂടി, അവരുടെ സമയക്രമം കൂടി മാറ്റണമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് അവർ ഒരു യോഗം ചേർന്നിട്ട് ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള ഭീഷണി കൂടെ ഉയർത്തുകയാണ്. ഞങ്ങളുടെ ഇസ്ലാം സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ച് പല സംഘടനകളും ചോദിക്കുന്നത് മുസ്ലിം സംഘടനകളെ പിണക്കിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അത് കണ്ടതാണ്, കർണാടകത്തിൽ കണ്ടില്ലേ, ഹിജാബ് സമരം എന്ന് പറയുന്ന സമരത്തിന് ചൂട്ടുപിടിച്ചു കൊടുത്തത് ഈ CPM പോലുള്ള സംഘടനകളാണ്. അങ്ങനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഫലമാണ് ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏറ്റവും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ദേശീയമായിട്ടുള്ള ചിഹ്നങ്ങളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും മതനിരപേക്ഷമായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസമാണെന്ന് മുസ്ലിം ലീഗ് തന്നെ സമസ്ത മനുഷ്യരും സമ്മതിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം തന്നെയാണ്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി ആയിരുന്നെങ്കിൽ പറയായിരുന്നു അതിനകത്ത് മതചിഹ്നങ്ങളുണ്ട്, ഞങ്ങൾക്കെതിരെയാണത്, ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന്. ന്യൂനപക്ഷ വിരുദ്ധമല്ലാത്ത ഒരു കരിക്കുലവും സിലബസുമായിട്ട് ശാസ്ത്രീയമായി തയ്യാറാക്കിക്കൊണ്ടവർ മുന്നോട്ട് പോകുമ്പോൾ
അതിൽ ഏറ്റവും പുതുതായിട്ട് ഗവർണറുടെ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൻ്റെ പേരിൽ മാത്രം ഗവർണറെ ശിക്ഷിച്ചുകൊണ്ടുള്ള പാഠ്യക്രമമുള്ള വളരെ പുരോഗമനാത്മകമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ശിവൻകുട്ടിയെ നമ്മൾ എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് പണ്ട് എന്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ വളരെ ധീരമായിട്ട് മുന്നോട്ട് പോവുകയും സമ്മർദ്ദത്തിന് താൻ വഴങ്ങുകയില്ല എന്നും പറഞ്ഞു അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞതിനെ പിന്തുണയ്ക്കാൻ ഒരു MA ബേബി ഉണ്ടായിരുന്നു. പണ്ട് രൂപത എന്ന് പറഞ്ഞാൽ രൂപത ആണ് എന്ന അർത്ഥമെന്ന് പറഞ്ഞ MA ബേബി ഇന്നെവിടെ? അദ്ദേഹം അന്നേ ഈ നയം സ്വീകരിച്ചതാണ്. TJ ജോസഫ് എന്ന അധ്യാപകൻ്റെ പ്രൊഫസറുടെ കൈവെട്ടിയപ്പോൾ അയാളൊരു ഭ്രാന്തനാണ്, മറ്റൊരാൾ ഭ്രാന്തനാണ് എന്നുള്ളൊരു വാക്യം, ഒരു പേര്, ആ പേര് അവർ വിശ്വസിക്കുന്ന അന്ത്യപ്രവാചകൻ്റേതായി പോയി എന്ന കുറ്റത്തിൻ്റെ പേരിൽ വെട്ടപ്പെട്ട കൈകളുമായിരിക്കുന്ന TJ ജോസഫിനെ സാന്ത്വനപ്പെടുത്തിയത് അങ്ങനെയാണ്. അയാൾക്ക് വട്ടാണ്, വട്ടനാണ് അയാൾ, അത് അയാളുടെ കുറ്റമാണെന്ന് പറയുകയായിരുന്നു. ആ ഗുരു നിന്ദയ്ക്ക് അദ്ദേഹം, അവർ തന്നെയാണ് ഇപ്പോൾ ഗുരുപൂജ എതിർത്തുകൊണ്ടിരിക്കുന്നത്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ശരി ചെയ്യുന്ന പുരോഗമനാത്മകമായി ചിന്തിച്ച് മതപ്രേരണകൾക്ക് വിധേയനാകാതെ മുന്നോട്ട് പോകുന്ന മതനിരപേക്ഷനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല ഒരു MV ഗോവിന്ദൻ പോലും? അപ്പോൾ ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാപ്പരത്വം, രാഷ്ട്രീയ പാപ്പരത്വമല്ലേ ഇത് വ്യക്തമാക്കുന്നത്? മതത്തിൻ്റെ ഗവർണറിന്റെ എതിരെ കൊലവിളി നടത്തുന്ന SFI പോലും ഇത് അറിഞ്ഞിട്ടില്ല. അതെ, DYFI എവിടെ? ഗവർണർ ഭാരതാംബയുടെ ഒരു ചിത്രം വെച്ചു, ഭാരതാംബ പിടിച്ചിരിക്കുന്ന തുണിക്ക് കോണകം എന്നൊക്കെയാണ് സഖാക്കൾ ഫേസ്ബുക്കിലൊക്കെ കുറിച്ചിടുന്നത്. അത്രമാത്രം സിവിലൈസ്ഡും സൊഫിസ്റ്റിക്കേറ്റഡുമാണ് കോളേജ് വിദ്യാഭ്യാസം കൊണ്ട് അവരൊക്കെ. അതിനെപ്പറ്റി ഞാനൊന്നും കമൻറ്റ് പറയുന്നില്ല. പക്ഷേ അവരൊക്കെ ഗോഗോ വിളിച്ചുകൊണ്ട് ഇപ്പോഴും കാണുമല്ലോ യൂണിവേഴ്സിറ്റി പഠിക്കലും രാജ്ഭവൻ്റെ പഠിക്കലും ഒക്കെ. എന്തുകൊണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു സുരക്ഷിത വലയം അല്ലെങ്കിൽ ഒരു രക്ഷാദൗത്യം നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നില്ല? അവിടെ അപ്പുറത്ത് ഭീഷണിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് വെല്ലുവിളിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെ. കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയല്ലേ? എന്തുകൊണ്ട് മന്ത്രിസഭ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ അപലപിക്കുന്നില്ല? എവിടെ പോയി ബിനോയ് വിശ്വം? എന്തിനും ഏതിനും സംഘപരിവാറിനും ഭാരത് മാതാക്കി എന്ന അബദ്ധത്തിലും വിളിച്ചു പോകുന്ന, ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യാതെ അബദ്ധത്തിൽ ചെന്ന് വിളിച്ചത് ഇൻകുലാബ് സിന്ദാബാദ് അല്ല, ഭാരത് മാതാക്കി ജയ്. അദ്ദേഹം ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാവണോ അതിനെക്കുറിച്ച്? അങ്ങനെയുള്ള ബിനോയ് വിശ്വം എന്തിനും ഏതിനും കയറി പുരോഗമനാത്മകം, സംഘവിരുദ്ധം എന്നൊക്കെ പറയുന്ന ബിനോയ് വിശ്വം ഇന്നിവിടെ കമ്മ്യൂണിസം ആദർശവൽകൃതമാണ് തങ്ങളുടെ പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുന്ന ബിനോയ് വിശ്വം നിങ്ങളെവിടെ? എന്തേ നിങ്ങൾ ഈ പാഠ്യപദ്ധതി വിദ്യാഭ്യാസത്തിൽ മതത്തിൻ്റെ വിഷം ചേർക്കാൻ വരുന്ന ശക്തികളെ സമസ്ത ശക്തിയോടുകൂടി എതിർക്കുന്നില്ല? നിങ്ങളതിന് തയ്യാറാകുന്നില്ല. ഒരു കൂട്ടം മതപണ്ഡിതന്മാരുടെ താല്പര്യത്തിന് വിധേയമായി ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സമയക്രമത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ എന്തുകൊണ്ട് എതിർക്കാൻ നിങ്ങൾ കഴിയും? അത്ര ദുർബലനായി പോയിരിക്കുന്നു CPIയും അതുപോലെ തന്നെ CPM എന്ന് തന്നെയല്ലേ അതിനർത്ഥം? സമസ്തയെ പേടിച്ച് നിങ്ങൾ വിദ്യാഭ്യാസ നയം മാറ്റുകയാണെങ്കിൽ ഇവിടെ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ അത് പ്രതിരോധിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. മതത്തിന് വേണ്ടിയല്ല, മതത്തിന് വേണ്ട സമയം മദ്രസകൾക്ക് വേണ്ട സമയം കണ്ടെത്തണമെങ്കിൽ മതങ്ങൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമയക്രമത്തിന് ബാഹ്യമായിട്ടാണ് കണ്ടെത്തേണ്ടത്, അതിനകത്തല്ല. അത് തിരുത്തിക്കൊണ്ടല്ല. നിങ്ങൾ മാത്രമല്ല അവിടെ പഠിക്കുന്നത്, നിങ്ങളുടെ കുട്ടികൾ മാത്രമല്ല അവിടെ പഠിക്കുന്നത്, മതമില്ലെന്ന് വിശ്വസിക്കുന്ന കുട്ടികളും പഠിക്കുന്നുണ്ട്. വേറെ മതങ്ങളിൽ മദ്രസകളിൽ പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികളും നിങ്ങളുടെ സമുദായത്തിൽ തന്നെ ഉണ്ട്, അവരും പഠിക്കുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണം. അല്ലാതെ നിങ്ങൾ കോടതി തീരുമാനിച്ചതാണ് ശരി. അല്ല, കേരളത്തിലെ സമസ്തയല്ല ഇവിടുത്തെ കോടതി, സമസ്തയുടെ അല്ല കോടതി. ഒരു സംശയവും കൊണ്ട് അവിടെ തികച്ചും മതനിരപേക്ഷമായിട്ട് പറയുകയാണ്. എന്ത് ഭീഷണിയും നേരിടാൻ തയ്യാറായിട്ട് തന്നെ പറയുകയാണ്. സമസ്തയല്ല ഇവിടുത്തെ വിദ്യാഭ്യാസ നയവും സ്കൂളുകളിലെ സമയക്രമവും തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചർച്ച നടത്തുകയാണെങ്കിൽ ചെയ്യേണ്ടത് ശിവൻകുട്ടി, അവിടെ ക്രിസ്തീയ സഭകളുടെ അധ്യക്ഷന്മാരും ഹിന്ദു എന്ന് പറയുന്നതിന് നേതാവ് അങ്ങനെയുള്ള ഒരു സംഘടനയൊന്നുമില്ല, അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കിഷ്ടമുള്ള ആചാര്യന്മാർ, നമ്മുടെ ഈ ശിവസ്വാമി ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ ആയാലും മതി, വിളിച്ചിരുത്തിക്കൊണ്ട് അവരെല്ലാം ഒരുമിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹമാണല്ലോ നിങ്ങളുടെ നവോത്ഥാന നായകൻ, അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി ചർച്ച നടത്തുക. അല്ല, ഒരു മതപക്ഷത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പേടിച്ചുകൊണ്ടാണെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇസ്ലാം എഡ്യൂക്കേഷണൽ ബോർഡ് മതി. ഇസ്ലാമിൽ തന്നെ ഇതിനെ എതിർക്കുന്നവരുണ്ടത്. കുട്ടികൾ മര്യാദയ്ക്ക് പഠിച്ച് വിദ്യാഭ്യാസം നേടി ഉത്കർഷം നേടുക എന്നുള്ളതാണ് ഒരു മതത്തിൻ്റെ ഉത്കർഷം. അല്ല, അന്ധവിശ്വാസങ്ങളുടെ ഇരുണ്ട അറകളിലേക്ക് അവരെ നയിക്കുന്ന മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഒരു വിദ്യാർത്ഥി ഇവിടെ വിജയിച്ചിട്ടില്ല, ഉയർന്ന സ്ഥലങ്ങളിലെത്തിയിട്ടില്ല. അവർ തീവ്രവാദികളായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കതല്ല വേണ്ടത്. APJ അബ്ദുൽ കലാമിനെ പോലുള്ള മഹാന്മാരായിട്ടുള്ള
ശാസ്ത്രജ്ഞന്മാരെയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അത് മദ്രസ വിദ്യാഭ്യാസം കൊണ്ടല്ല, ഇതും കാര്യക്ഷമമായ സമയക്രമമുള്ള വിദ്യാഭ്യാസം കൊണ്ടാണ്. അതുകൊണ്ട് ശിവൻകുട്ടിക്ക് രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും ഇക്കാര്യത്തിൽ ശിവൻകുട്ടിയുടെ നിലപാടിന്, ഒറ്റപ്പെട്ട ആ നിലപാടിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിളിക്ക് സകല പിന്തുണയും ഞാൻ നൽകുകയാണ് വ്യക്തിപരമായി.